ഹലോ, എല്ലാവർക്കും നമ്മുടെ നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ പതിവ് പോലെ കുറേ വിഭവങ്ങളും വിശേഷങ്ങളായി ഞാൻ എത്തിയിരിക്കുകയാണ്. സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഒരു 2 പച്ചമുളകും ഇത്രയാണ് കേട്ടോ ആദ്യം ചേർക്കുന്നത്. അപ്പോൾ ഞാനാകെ ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇവിടെയൊക്കെ കിട്ടുന്ന വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, ചൈനീസ് വെളുത്തുള്ളി, അതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ചേർത്തിട്ടൊന്ന് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഒട്ടുമുക്കാലും കറികളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിനും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു വലിയ തക്കാളിയുടെ പകുതി കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് മതി. ഞാൻ വളരെ കുറച്ച് അളവിൽ, ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാവുന്ന അളവിൽ മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. തക്കാളി ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നോട്ടെ. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി ഒന്ന് വാടി വരണം, അത്രയും മാത്രം മതി. അപ്പോൾ തക്കാളി കൂടെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചായക്കും കൂടെ വെള്ളം അടുപ്പത്ത് വെച്ചേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോഴത്തേനും ചായയും റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ പൊടികൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം വളരെ കുറച്ച് അളവിൽ മതി കേട്ടോ. ഒരുപാട് പൊടികളൊക്കെ കൂടി കഴിഞ്ഞാൽ ഒരു മസാലയുടെ ഒരു കുത്തൊക്കെ വരില്ലേ. ഇത് നമുക്ക് ആ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് മാത്രം പൊടികളെ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഒരുപാട് പേര് നമുക്കതിന് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലും ഞാൻ മുട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മുട്ട അങ്ങ് ചിക്കി എടുക്കുക. അതുകൊണ്ട് തീർന്നു വിചാരിക്കേണ്ട, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് പിന്നാലെ വരുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മുട്ടയും തക്കാളിയും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കണം. അപ്പോൾ നന്നായിട്ടങ്ങ് ചിക്കി എടുക്കാം. ഡ്രൈ ആയി കിട്ടണം. അല്ലെങ്കിൽ നമ്മളിനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ചിലപ്പോൾ കുഴഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, നമ്മുടെ ബ്രെഡ്. ഞാൻ 4 സ്ലൈസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണിത്. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഓംലെറ്റൊക്കെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇത് നമ്മുടെ മസാല ബ്രെഡാണ്. ഞാൻ തന്നെ കേട്ടോ മസാല ബ്രെഡ് എന്നൊക്കെ പേരിട്ട്, അങ്ങനത്തെ പേരൊന്നുമല്ല. നമ്മൾ പറയില്ലേ മസാല ഇഡ്ഡലി അല്ലെങ്കിൽ കൊത്തു ചപ്പാത്തിയൊക്കെ പോലെ ഉണ്ടാക്കുന്നതാണ്. ഇതാകുമ്പോൾ ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ ബ്രെഡിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. ഈസി ആയിട്ട് പെട്ടെന്നൊരു 5 മിനിറ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ ചെറിയൊരു സ്നാക്ക് പോലെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടു സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ഇവിടെ അവസാനം വന്ന കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വെച്ച് എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ചൂടാറുന്നതിന് മുമ്പേ കഴിക്കുന്നതാണ് കേട്ടോ നല്ല. ഈ ബ്രെഡ് തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഊണിന് ഇന്ന് ഞാൻ കുറച്ച് കൊഴുവ നന്നാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ബ്രോക്കളിയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ നാടൻ ഊണാണെങ്കിൽ പോലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് ഉള്ളത്. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഊണാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രോക്കളി വെച്ചിട്ടുള്ളൊരു മെഴുക്കുവരട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്.
അല്പം വ്യത്യസ്തമായിട്ടാണ്. അങ്ങനെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലല്ല, തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി വരുമ്പോൾ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നല്ലോണം തിളച്ച വെള്ളം ആ ബ്രോക്കളിയിലേക്ക് ഒഴിച്ച് ആ ബ്രോക്കളി കുറച്ച് നേരം അതിൻ്റെ അകത്ത് ഇങ്ങനെ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും പൊക്കോളും. പിന്നെ ബ്രോക്കളി ഒന്ന് വാടി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപ്പ് കഴുകിയെടുത്ത് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, മൂങ് ദാൽ അതാണ്. അപ്പോൾ നേരെ കുക്കറിലേക്ക് ഇട്ടങ്ങ് കഴുകിയെടുക്കുകയാണ്. കഴുകി നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയ ശേഷം നമ്മുടെ കറിക്ക് എത്രമാത്രം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ എടുത്ത തക്കാളിയുടെ ബാക്കി തക്കാളി അങ്ങ് അരിഞ്ഞു ചേർത്തു. പച്ചമുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ പരിപ്പ് ഞാനിവിടെ 1/2 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും ചേർത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതങ്ങ് ഞാനങ്ങ് ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി കുക്കറിലൊന്ന് കൂവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പച്ചക്കറികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളിയും ക്യാരറ്റൊക്കെ തീരാറാകുമ്പോൾ ഞാൻ ഇതേപോലെ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ മീനങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ടിട്ട് പിന്നെ ഉപ്പും നാരങ്ങ നീരും ഇത്രയും ചേർത്ത് അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. വേറെ സ്പെഷ്യൽ കൂട്ടുകളൊന്നുമില്ല. പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് മീനൊക്കെ ഉണ്ടെങ്കിൽ. മീൻ വറുത്തൊക്കെ ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാവുകയുള്ളൂ. ഇറച്ചി ഇഷ്ടമല്ലാത്തവർക്ക് പോലും മീൻ ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ, ഒരു നോൺ വെജ് ഐറ്റം ആണല്ലോ. ഇവിടെ ഞങ്ങൾക്ക് 2 ആൾക്കും മീൻ വിഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതേപോലെ കൊഴുവ അല്ലെങ്കിൽ നത്തോലി വറുത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ നമ്മൾ സാധാരണ മീൻ വറുക്കുമ്പോൾ വേറൊരു സ്പെഷ്യൽ കൂട്ടൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല. എളുപ്പത്തിൽ നമ്മളെപ്പോഴും വീട്ടിൽ ചെയ്യാറുള്ള ഒരു മസാലക്കൂട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. മീൻ വറുക്കുന്നത് അവസാനത്തെ പരിപാടിയാണ്. അപ്പോൾ ആദ്യമേ മീനങ്ങ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കിട്ട് അപ്പോഴേക്കും ഇതിലേക്കൊക്കെ എല്ലാം പിടിക്കില്ല. അതിന് ശേഷമാണ് ഞാൻ സാധാരണ മീൻ വറുക്കാറുള്ളൂ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇനി അടുത്ത പാനിൽ നമുക്ക് നമ്മുടെ ബ്രോക്കളി നമുക്കൊന്ന് അതുകൊണ്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിക്ക് എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലായിരിക്കും നല്ല, അല്ലെങ്കിൽ ബട്ടർ നല്ല ഒരു ഓപ്ഷനാണ്. പക്ഷേ നമ്മളിത് ചോറിൻ്റെ കൂടെയല്ലേ കഴിക്കുന്നത്, അപ്പോൾ ബട്ടർ കൂട്ടിയിട്ടുള്ള കറി അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളി ചേർക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറിയിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി. അതുകൊണ്ട് വെളുത്തുള്ളിയിൽ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 4-5 അല്ലി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചതച്ച മുളകാണ്, ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് അല്ലെങ്കിൽ ഈ ഒരു മെഴുക്കുവരട്ടിക്ക് എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ചുള്ള ചതച്ച മുളക് ചേർക്കുക. ഇത് രണ്ടുമാണ് ബ്രോക്കളി കൂടാതെ ഈ ഒരു തോരനിലുള്ള, അല്ലെങ്കിൽ തോരനല്ല, ഈ ഒരു മെഴുക്കുവരട്ടിയിലുള്ളൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വിചാരിക്കും ഈ ബ്രോക്കളി ഇതിങ്ങനെ മാത്രമാകുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുമെന്നല്ലേ. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ ബ്രോക്കളി. അപ്പോൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്ത ശേഷം ആ ബ്രോക്കളി ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരുപാട് തീരെ ചെറുതായി പൊടിയായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ആ അല്ലികൾ ഓരോന്ന് വിടർത്തി എടുത്ത് അത് വലുതാണെങ്കിൽ ഒന്ന് നെടുകെ മുറിച്ചാൽ മാത്രം മതി. കാരണം ഇതിങ്ങനെ വഴണ്ടി വന്നു കഴിയുമ്പോൾ അതങ്ങ് ചുങ്ങിപ്പോവും. അതുകൊണ്ട് ഒരുപാട് അരിഞ്ഞൊന്നും കഷ്ടപ്പെടേണ്ട സാധനമൊന്നുമല്ല. ഭയങ്കര എന്താ പറയുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ബ്രോക്കലി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലൊരു എന്താ പറയുക സാധനമാണ്. അപ്പോൾ പൊതുവേ ഞാൻ ബ്രോക്കലി ഉണ്ടാക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു മക്ക് ചൊവ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അങ്ങനത്തെ സ്മെല്ലൊന്നും ഉണ്ടാവുകയും ചെയ്തില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് താനും. വെറുതെ നമുക്കിങ്ങനെ സാലഡ് പോലെ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു നേരമൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം നമ്മൾ ഓൾറെഡി ബ്രോക്കലി കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഇട്ട കാരണം അതിനുള്ളിൽ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട്
നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, അത് തന്നെ ആ ആവിയിലിരുന്ന് അങ്ങനെ വെന്തോളും. സാധനം ബ്രോക്കലി എല്ലാവരും വെറുതെ പുഴുങ്ങിയെടുത്താണ് കഴിക്കാറ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിക്കുന്ന ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് കുറച്ച് നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഒരു പുളി ഒക്കെ ഉണ്ടാവും, എരിവുമായി. ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു അടിപൊളി ടേസ്റ്റിലേക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി വരികയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് വാടി കിട്ടുന്നതാണ് ഇഷ്ടം. എനിക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ പച്ച കടിക്കുന്ന അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടുതലിട്ട് വഴറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹെൽത്തി എന്ന് പറയുന്നത് അതൊന്ന് വാടി വരുമ്പോൾ കഴിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടെ വെച്ച് ഗ്യാസ് ഓഫ് ചെയ്തോ, ഇത്രയും മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്കിനി മീൻ വറക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണയൊക്കെ കട്ടയായിട്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ സ്പൂണിൽ നിന്ന് ചാടിക്കുന്നത്. കുറച്ച് നേരമൊക്കെ പാത്രത്തിൽ സ്പൂൺ വെച്ചിട്ട് സ്പൂൺ ചൂടാക്കിയിട്ടൊക്കെയാണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ആ സമയത്ത് ഞാൻ ബ്രോക്കലി ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞു, ഇനി വെള്ളമൊന്നും ഇറങ്ങാനില്ല. അപ്പോൾ ഇനി സൂക്ഷിച്ചൊക്കെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കറികളാകുമ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇങ്ങനെ വന്നില്ലെങ്കിൽ അതിനൊരു തൃപ്തി വരത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചങ്ങ് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും ആ കറി റെഡിയാവും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കഷ്ണം മീൻ ഇട്ടപ്പോൾ ഓക്കെ, എണ്ണ ചൂടായിട്ടെന്ന് മനസ്സിലായി. ഇനി അങ്ങ് ബാക്കിയുള്ള മീൻ കഷ്ണം കൂടെ അങ്ങ് ഇടുകയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ കൊഴുവാന്നാണോ പറയുക? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇട്ട് പറയാം. ഒഴുക, കൊഴുവ, നത്തോലി എന്നൊക്കെ പറയുന്ന നമ്മുടെ മീനാണ്. ഇത് നമ്മുടെ നാടൻ കൊഴുവയൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇതിന് അലീച്ചി എന്നാണ് പറയുന്നത്. നമ്മുടെ കൊഴുവയുടെയൊക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട അവരുടെയൊക്കെ ബന്ധുവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഏകദേശം ഷേപ്പൊക്കെ അങ്ങനെ തോന്നുന്നു. ഞങ്ങളിവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊഴുവയാണെന്നുള്ള വിശ്വാസത്തോടുകൂടി വാങ്ങിക്കുന്നത് ഇതാണ്. അപ്പോൾ അതാ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയി കഴിഞ്ഞു. സിമ്പിളല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ബ്രോക്കലി മെഴുക്ക് വരട്ടി റെഡി ആയി കഴിഞ്ഞു. അതിനെടുത്ത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മീനും വറുത്ത് കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ ഞാൻ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. മീൻ വറുക്കുന്നൊക്കെ എന്താ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാനുള്ളത്, അതുകൊണ്ടാണ് പിന്നീട് അതിനിടയിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ 2 സെറ്റ് കറികൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം കുറച്ച് പരിപ്പും ക്യാരറ്റും തക്കാളിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചേർക്കാൻ ഞാൻ കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ ജീരകം കൂടെ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും ചേർത്തു. പിന്നെ നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞതുകൊണ്ട് അധികം തേങ്ങ വേണ്ടി വരില്ല, കാരണം അല്ലാതെ തന്നെ നന്നായിട്ടങ്ങ് കുറുകി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന തേങ്ങയൊക്കെ തീരാറായി, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ അരച്ച് ചേർത്ത് നമുക്കിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആട് കറിയും റെഡിയായി കഴിഞ്ഞു. വേണമെങ്കിൽ താളിച്ചൊക്കെ ചേർക്കാം കേട്ടോ, ഞാൻ അതിനൊന്നും മെനക്കെടാൻ നിന്നില്ല. അപ്പോൾ ഒരു പരിപ്പ് കറി കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു കറിയാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കറി, ക്യാരറ്റും തക്കാളിയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി പയ്യെ ഉണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചോറും നമ്മുടെ ഈ ഒരു പരിപ്പ് ക്യാരറ്റ് കറിയും പിന്നെ നമ്മുടെ ബ്രോക്കലി തോരനല്ല മെഴുക്ക് വരട്ടി. എപ്പോഴും തോരനെ വായിൽ വരത്തില്ല, ഞാൻ കൂടുതലും തോരനെ ഉണ്ടാക്കാറ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രോക്കലി മെഴുക്ക് വരട്ടിയും അതേപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് അങ്ങ് നിറഞ്ഞു. ഇനി എന്ത് വേണമല്ലേ, ഭയങ്കര വിഭവസമൃദ്ധമായി എന്നാൽ അത്യാവശ്യം നല്ല എന്താ പറയുക പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഊണാണ് ഇന്നത്തെ. ഇപ്പം ഇതിനകത്ത് ഇച്ചിരി ഹെൽത്തി അല്ല എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മുടെ മീൻ വറുത്ത് നമ്മൾ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും സാരമില്ല, മീനല്ലേ. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി ഒരു ഊണായിരുന്നു ഇന്നത്തെ. എല്ലാം എങ്ങനെയുണ്ട്, കിടുവല്ലേ? അപ്പോൾ നിങ്ങളും ഈ ഒരു കോംബോയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് കൂടുതലും നമ്മുടെ ചാനലിൽ. പിന്നെ അതേപോലെ തന്നെ തനി നാടൻ വിഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തൻ വിഭവങ്ങളും ലഞ്ച് കോമ്പോസൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.